നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ നൂറുകണക്കിന് വീടുകളാണ് തകർന്നത്. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നാശനഷ്ടം സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്നുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേരെ റിമാൻഡ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സ്ഫോടനം നടന്നിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. പക്ഷെ ഇപ്പോഴും ഈ തൃപ്പൂണിത്തുറ നിവാസികൾ അതിന്റെ ഭീതിയിലാണ്. കാരണം നൂറുകണക്കിന് വീടുകളാണ് ഈ സ്ഫോടനത്തിൽ തകർന്നത്. കഴിഞ്ഞ ദിവസം പാലുകാച്ചു കഴിഞ്ഞ ഒരു വീട്ടിൽ, അതായത് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപേ ആ വീട് പൂർണ്ണമായും തകർന്നതിന്റെ വലിയ വേദനയിലാണ്, വിഷമത്തിലാണ് ആ വീട്ടുകാരുള്ളത്. ഇപ്പോൾ അതിന്റെ ഈ പ്രദേശത്ത് വീടുകളിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. ഈ നാശനഷ്ടം സംഭവിച്ചത്, അതായത് വീടുകൾ തകർന്നവരുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുണ്ട്. ഏകദേശം എത്ര രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? ഇവർക്കൊക്കെ, ഈ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക്, തകർന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ടോം, ഇതിൽ ഏറ്റവും ഒടുവിലായി ചേർക്കാനുള്ളത് സംബന്ധിച്ച് ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നാണ്. അതിന് തീരുമാനിച്ചിരിക്കുന്നു, അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ, നാശനഷ്ടങ്ങൾ എത്രയെന്നത്, അത് ഓരോ കുടുംബങ്ങൾക്ക് സംഭവിച്ചതിന്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് പോയി എന്നത് സംബന്ധിച്ച് മുഴുവനായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കും ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക്, ആ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു, അങ്ങനെ ഉത്തരവായിരിക്കുന്നു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പ് അത് പൂർണ്ണമായിട്ടില്ല. കാരണം പല വീടുകൾക്കും പല രീതിയിലാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ചിലത് പൂർണ്ണമായും, മറ്റു ചിലത് ഭാഗികമായും, ചിലത് ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഗുരുതാംശം കഴിഞ്ഞ ഒരു വീട്, അവിടെയാണ് പിന്നീട് ഈ ദുരന്തമുണ്ടാകുന്നതിന് സമീപത്ത്. അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചവരെ നാശനഷ്ടങ്ങൾ കണക്കെടുപ്പ് വലുതാണ്. പലതും പല രീതിയിൽ തന്നെയുള്ളതാണ്. ഒപ്പം നിരവധിയായ വാഹനങ്ങൾ, ചിലത് നിശേഷം തകർന്നു. ഒരു കാറ് സമീപത്തുണ്ടായിരുന്ന ഒരു കാറ് നിശേഷം തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പല വാഹനങ്ങൾക്കടക്കം വലിയ സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളുണ്ടായിട്ട് അങ്ങനെ വലിയ രീതിയിൽ നഷ്ടങ്ങളുടെ കണക്ക് വലുതാണ്. അത് മജിസ്ട്രേറിയൽ അന്വേഷണത്തിലേക്ക് അത് പൂർണ്ണമായും തന്നെ ഇതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ വരും. ഒപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്, ഇതിൽ ഈ കുട്ടികൾക്കടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രവുമല്ല, ഇതൊരു വലിയ ഭീകരമായൊരു സ്ഫോടനം ആണ് നടന്നിരിക്കുന്നത്. 2 പേർ മരണപ്പെട്ടിരിക്കുന്നു, 15-ലധികം പേർ ചികിത്സയിലുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു. അങ്ങനെ ഈ പരിക്കേറ്റവരുടെയും എല്ലാം തന്നെ സ്ഥിതിഗതികൾ ഈ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഫോടനം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന വെടിമരുന്ന് അത് ഏത് രീതിയിലുള്ളതാണ് എന്നതെല്ലാം സംബന്ധിച്ചുമുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. ഇന്ന് എക്സ്പ്ലോസീവ് വിഭാഗം അവിടെ പരിശോധന നടത്തുകയും പ്രാഥമികമായ അവർ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രങ്ങളിലെ മറ്റും മത്സര സ്വഭാവത്തോടെ നടത്തുന്ന വെടിക്കെട്ടുകളാണ് പലയിടങ്ങളിലും തന്നെ കാണുന്നത്. അതിൻ്റെ ഒരു തീവ്രത കൂട്ടുക, അതോടൊപ്പം തന്നെ അത്തരം ഈ ആകാശത്തുണ്ടാവുന്ന ഈ വർണ്ണ വിന്യാസങ്ങൾ, ഇതെല്ലാം ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ കടുപ്പമുള്ള മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വെടിക്കെട്ട് ഇത് നടത്തുന്നതിന് തന്നെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നതൊരു കാര്യം. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ, സാധാരണ വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അനുവദനീയമായ അളവിൽ മറ്റെന്തെങ്കിലും കൂടി ചേർത്തിട്ടുണ്ടോ എന്നതടക്കം എക്സ്പ്ലോസീവ് വിഭാഗം നടത്തുന്ന പരിശോധന, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. അന്വേഷണങ്ങളെല്ലാം തന്നെ ഈ മജിസ്ട്രേറിയൽ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതെല്ലാം തന്നെ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്യണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളടക്കം ഇതിൻ്റെ ഒരു ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളായിട്ടുണ്ട്, പേടിയായിട്ടുണ്ട്. ആളുകൾക്കടക്കം, ചുറ്റുപാടുമുള്ള മുതിർന്നവർക്കടക്കം വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ഇതെല്ലാം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. അപ്പോൾ കൗൺസിലിംഗ് നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇതിൽ എടുത്തു പറയുന്നുണ്ട്. കൗൺസിലിംഗ് നൽകും എന്ന് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഏതാണ്ട് 7 കുടുംബങ്ങളെ
ഇവിടെ പൂർണ്ണമായി വീടുകൾ തകർന്നവരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമായ രീതിയിലെ കൗൺസിലിംഗ് സഹായം എല്ലാം തന്നെ നൽകിക്കൊണ്ട് അവരെ തിരിച്ചു എത്രയും പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലേക്ക് മനസ്സിനെ ഒരുക്കിയെടുക്കുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കും കടന്നു പോവുകയാണ്. ഒപ്പം ഇന്ന് അവിടെ ഈ ചൂരക്കാട് പ്രദേശത്ത് വ്യാപകമായ ഡാനി സൂചിപ്പിച്ചതുപോലെ 7 വീടുകൾ പൂർണ്ണമായും തകർന്നവരുണ്ട്, ഭാഗികമായി തകർന്നവരുണ്ട്. പല വീടുകളും ഇപ്പോൾ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവരെ ഒരു അടിയന്തരമായൊരു പുനരധിവാസം സാധ്യമാണോ? കാരണം എങ്ങനെയായിരിക്കും ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊരു നടപടികൾ ഉണ്ടാവുക? അതിൽ ആവശ്യമായവർക്ക് വാടക വീടുകൾ സജ്ജമാക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടം തന്നെ ഇടപെട്ടുകൊണ്ട് വാടക വീടുകൾ സജ്ജമാക്കാനും കാര്യങ്ങളുമെല്ലാം തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയും അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പലരും ബന്ധുവീടുകളിലേക്കും മറ്റും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഒരു സ്ഥലത്തേക്ക് സ്വന്തം സ്ഥലത്തേക്ക് വരുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ അത്ര കാലം അവിടങ്ങളിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് ആവശ്യമായ രീതിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിലാണ് ജില്ലാ ഭരണകൂടം അടക്കം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു ക്യാമ്പുകൾ എന്ന രീതിയിൽ തുടരുന്നിടത്ത് ഒരുപക്ഷെ അധികം സമയത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് അവിടെ തുടരാൻ സാധ്യമല്ല. അപ്പോൾ ഇവരുടെ വീടുകളെല്ലാം വാസയോഗ്യമാക്കുക, അതിൽ ഏത് രീതിയിലാണ് അവിടങ്ങളിൽ ജില്ലാ ഭരണകൂടം ഇടപെടുക എന്നതെല്ലാം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. കാരണം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ വേണമോ അതോ അതിനുവേണ്ടിയുള്ള ഒരു ദുരിതാശ്വാസ പണം നൽകിക്കൊണ്ട് അവർക്ക് അത്തരം സഹായങ്ങൾ ഒരുക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം വളരെ പെട്ടെന്ന് ഇന്നത്തെയോടുകൂടി തന്നെ അതൊരു തീരുമാനമാകും. അതിനുശേഷം അവർക്ക് വീടുകൾ ഒരുക്കി കൊടുക്കുന്നതിനും മറ്റും ഉള്ള കാര്യങ്ങളിലും ക്രമീകരണങ്ങളിലേക്കും നടക്കും. ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ യുവജന സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ വലിയൊരു നിര അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതെല്ലാം ഒരു ആശ്വാസമാണ് ഇതിനിടയിലും. കാരണം ഇവരെല്ലാം ഈ ഒരു സംഭവത്തിൽ ഒരുമയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അവർ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നു. പരമാവധി അവിടങ്ങളിലുള്ളവർക്കും വലിയ ആശ്വാസമാകുന്നു. കാരണം സ്വന്തം വീടും പ്രദേശങ്ങളുമെല്ലാം തന്നെയാണ് തകർന്നഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് അവർക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് അവരുടെ മനസ്സുകൊണ്ട് തന്നെ സന്നദ്ധമല്ല. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരൊരു സഹായം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നത് ആശ്വാസമാണ്. പല വീടുകളിലെയും ജനലുകളെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ശുചീകരണ പ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എവിടങ്ങളിലെല്ലാം തന്നെയും ഇവരെത്തി യുവജന പ്രവർത്തകരെല്ലാം തന്നെ എത്തി അവർ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 4 പേരാണ്. ഇതിൽ ക്ഷേത്രം ദേവസ്വം ഭാരവാഹികളുണ്ട്, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരുണ്ട്. ഈ 4 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഹാജരാക്കി അവർ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികളാകുമെന്നതിന്റെ സൂചനകളാണ് പോലീസ് നൽകുന്നത്. ഈ 4 പേരെ നിലവിൽ അറസ്റ്റിലായ 4 പേരെ മാത്രമാണോ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്? കാരണം നമുക്കറിയാം ജില്ലാ ഭരണകൂടത്തിന്റെ പോലീസിന്റെയോ അനുമതി തേടിയിരുന്നില്ല. യാതൊരു അനുമതിയും ഇല്ലാതെയായിരുന്നു നിയമവിരുദ്ധമായി ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഈ വെടിക്കെട്ട് നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവിടെ ഈ പടക്ക ശേഖരം ഇവിടെ സൂക്ഷിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു മുന്നറിയിപ്പും ആളുകൾക്ക് നൽകിയില്ല, യാതൊരു മുൻകരുതലും എടുത്തില്ല, യാതൊരു അനുമതിയും ഇവർ തേടിയില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. കൃത്യമായ തെളിവുകളടക്കം ഇവർക്കെതിരെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള മജിസ്ട്രേറ്റ് അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നു. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഈ 4 പേരെ മാത്രമാണോ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്? നിലവിൽ ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ഡാനി, 4 പേരെ മാത്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നതേ. കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമെന്ന് തന്നെയാണ്. കാരണം ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടും, അതോടൊപ്പം തന്നെ കരയോഗം ഭാരവാഹികൾ ഇതിൽ ഉൾപ്പെടുന്നു. കരാറുകാർ, ഇതുമായി ബന്ധപ്പെട്ട ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാർ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അങ്ങനെ ഇതിൽപ്പെട്ടവർ കൂടുതൽ പേരും ഈ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും യാതൊരുവിധ അനുമതികളും സ്വീകരിക്കാതെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. യാതൊരു അനുമതിയും ഇവർ തേടിയിട്ടില്ല എന്നതാണ്. സാധാരണ ക്ഷേത്രം വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ അനുവദനീയമായ അളവിൽ ചിലപ്പോഴെങ്കിലും ചിലർ ഒരു മൗനാനുവാദമെല്ലാം തന്നെ നൽകി പോകാറുണ്ട്.
പക്ഷേ ഇത് അതിന് അപ്പുറമായിരുന്നു അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ്. കാരണം ഒരു ടെമ്പോ ട്രാവലർ നിറയെ വെടിക്കോപ്പുകളുമായി ഇവിടേക്ക് എത്തുക, അതും വളരെ അശ്രദ്ധമായി ഇത് കൈകാര്യം ചെയ്യുക, ആ ഒരു അശ്രദ്ധ തന്നെയാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരവാദികളായ മുഴുവൻ പേരിലേക്കും അന്വേഷണം എത്തും. ഈ 4 പേരിൽ അത് ഒതുങ്ങുന്നില്ല. ഇവർക്ക് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ അശ്രദ്ധമായ കൈകാര്യം ചെയ്തത്, അതോടൊപ്പം തന്നെ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് പ്രവർത്തിപ്പിച്ചതിന് ഈ വകുപ്പുകൾ ഇങ്ങനെ ഈ തുടങ്ങിയ പല വകുപ്പുകളുമെല്ലാം തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് ഇന്ന് കോടതിയിൽ ഇവർ എഫ്ഐആറിലടക്കം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് കൂടുതൽ പേർ ഇവർ ഈ പ്രതിപട്ടികയിലേക്ക് വരും, പലരും ഒളിവിൽ പോയിട്ടുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്, കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നതിന്റെ എല്ലാ ഇതും പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയാണ്. ഇത് തീർത്തും അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് തന്നെയാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം ഈ കാര്യങ്ങളുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് വരാപ്പുഴയിലുണ്ടായിരുന്ന അപകടവും എല്ലാം തന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. എല്ലായിടത്തും യാതൊരു അനുമതിയും ഇല്ലാതെ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വീട് വാടകയ്ക്കെടുത്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുക, ഇത് മറ്റ് വെടിക്കോപ്പുകൾ സംഭരിക്കുക, ഇത് അത്രയ്ക്ക് അശ്രദ്ധമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും തൊട്ടടുത്ത വീടുകളിലുള്ളവർക്ക് പോലും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. അത് തന്നെയാണ് ഈ തൃപ്പൂണിത്തുറയിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസിന് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ പേര് കടന്നു വരും. പോലീസിന്റെ അന്വേഷണം വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിന്റെ നാശനഷ്ടം കണക്കാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം നിരവധി വീടുകൾക്കാണ് അവിടെ കേടുപാടുകൾ സംഭവിച്ചത്. അവിടെ സന്നദ്ധ സംഘടന നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ തുടരുകയാണ്. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. കേസിൽ ആരോപണ വിധേയരായ ആളുകൾ പലരും ഒളിവിലാണ്. അവരെ കണ്ടെത്താനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.